സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഫ്രണ്ട് ഗിയറിൻ്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു എക്സ്പെരിമെൻ്റ് തന്നെ എന്ന് പറയാട്ടോ. വേറെ ഒന്നല്ലേ, 2 ബോട്ടം ബ്രാക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് ഈ ഒരു സൈക്കിളിൽ നിന്ന് ഞാൻ അയച്ചെടുത്തപ്പോൾ ഉള്ള ബോട്ടം ബ്രാക്കറ്റ്. അതായത് ഇത് 73 ആണ്, ഇത് 68 ആണ് കേട്ടോ. ഇത് 68 ആണ്. അതുപോലെ തന്നെ സ്പിൻഡിലിൻ്റെ ലെങ്ത്ത് നീളം കൂടുതലാണ്. അപ്പോൾ അതേ നമുക്ക് മില്ലിമീറ്റർ ഒന്ന് അളന്ന് നോക്കാം നമ്മുടെ സൈക്കിളിൽ. അപ്പോൾ അതേ ഇത് വരുന്നത് ചുരുക്കി പറഞ്ഞാൽ 73 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് 68ഉം അവൈലബിൾ ആണ് സൈക്കിളിൻ്റെ, നോർമലി 73ഉം ഉണ്ട്. അപ്പോൾ 73 ഉള്ള ബോട്ടം ബ്രാക്കറ്റാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് 68 ആണ്. അപ്പോൾ ഇതല്ല ഇതിന് സൂട്ടായിട്ടുള്ള ബോട്ടം ബ്രാക്കറ്റ്. ഇത് ഈ കാണുന്നതാണ്. അതായത് മുമ്പ് ഞാനിത് ഇതിലുണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് റോങ് ആയിട്ടുള്ളൊരു ബോട്ടം ബ്രാക്കറ്റ് ഞാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എന്നിട്ട് അത് ചൊല്ലിയുള്ള കുറച്ച് ഗിയർ ഇഷ്യൂസ്, വേറൊന്നും കൊണ്ടല്ല, അത് നമ്മൾ കുറച്ച് ഫ്രണ്ട്സുകൾ ബോട്ടം ബ്രാക്കറ്റും ക്രാങ്കൊക്കെ മാറ്റി വെച്ചിട്ട് വർക്ക് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു ബോട്ടം ബ്രാക്കറ്റ് ഇതിൽ പിടിപ്പിക്കുകയാണ്. ഇത് പിടിപ്പിച്ചിട്ട് ഉള്ള മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് 68 ആണ്. അതായത് 73ൽ നമ്മളിപ്പോൾ 68 ബോട്ടം ബ്രാക്കറ്റ് കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഒപ്പം നമ്മൾ ഈ ഫിറ്റ് ചെയ്യുന്ന ഈ ബോട്ടം ബ്രാക്കറ്റിൻ്റെ സ്പ്രിൻറ്റിൻ്റെ നീളം 122 മില്ലിമീറ്റർ ആണ് കേട്ടോ. ഇതിൽ കിടന്നിരുന്നത് 118 മില്ലിമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഈ 2 കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ടിട്ടാണ് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടം ബ്രാക്കറ്റ് കറക്റ്റ് മെഷർ ചെയ്തിട്ട് വേണം പുതിയത് വാങ്ങിക്കാൻ. അതേ ബ്രാൻഡ് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, കപ്പ് അകത്തേക്ക് പോയിരിക്കുന്നുണ്ടോ. കാരണം 73യുടെ സ്ഥാനത്ത് നമുക്ക് 68ൻ്റെ ബോട്ടം ബ്രാക്കറ്റാണ് പിടിപ്പിച്ചത്. അതാണ് കാര്യം. പിന്നെ ഉള്ളത് വേണ്ട, ഷാഫ്റ്റിൻ്റെ ലെങ്ത്ത് കൂടുതലാണ്. മറ്റേത് 118 ഇത് 122. അപ്പോൾ അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും, അളന്ന് നോക്കാട്ടോ. അപ്പോൾ ഇത് ഗിയർ ഇഷ്യൂവിൻ്റെ മെയിൻ ഒരു കാരണമാണ്. ഇതൊക്കെ അറിയാണ്ട് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബോട്ടം ബ്രാക്കറ്റ് മേടിക്കുമ്പോൾ രണ്ടും കണക്കിലെടുക്കണം. പിന്നെ പറ്റുന്നൊരു അബദ്ധമാണ് കേട്ടോ, ക്രാങ്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഗിയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ നമ്മുടെ ഈ ക്രാങ്കിൻ്റെ ഒക്കെ ടീത്തിൻ്റെ ഒക്കെ എണ്ണം സെയിം ആയിരിക്കും കേട്ടോ. പക്ഷേ ഇത് മൂന്ന് തരത്തിലുള്ള ക്രാങ്കുകളാണെന്നുള്ളതാണ് പരമാർത്ഥമായ സത്യം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് സൂട്ടായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഗിയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മുടെ പെഡൽ ക്ലീറ്റ്സൊക്കെ ഉണ്ട്, ത്രെഡെല്ലാം ഏതിലും നമുക്ക് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. അതെല്ലാം ഒരുപോലെ ഇരിക്കും, പക്ഷേ ചില വ്യത്യാസങ്ങൾ എല്ലാ ക്രാങ്കുകളായിട്ടുണ്ട്. ചെറിയ 2-3 മില്ലിമീറ്ററിൻ്റെയൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാ. ഇത് കണ്ടോ, ഈ ഒരു പാർട്ട് ചിലതിൻ്റെയൊക്കെ ഇങ്ങനെ ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. സെൻറ്റർ കണ്ടോ, ചിലത് അകത്തേക്ക് വലിഞ്ഞ് നിൽക്കും. ഞാൻ അത് ജസ്റ്റ് കാണിച്ചതേ. അപ്പോൾ ക്രാങ്ക് സെറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ സൈക്കിളിൽ ഏതാണോ ബൈക്കിൽ ഏതാണോ കിടന്നു വെച്ചത് അത് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇത് ചെറിയ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവും. ഞാൻ ഇപ്പോൾ കണ്ടോ, ഇതിവിടെ നമ്മൾ അളക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സ്മോൾ റിങ് കണ്ടോ, സ്മോൾ ചെയിൻ റിങ് ഗ്രാനി എന്നും പറയും കേട്ടോ. ഇവിടെ കണ്ടോ, സ്പിൻഡിൽ കയറുന്ന ഭാഗം അകത്തേക്ക് കുറച്ച് കുഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു മോഡൽ ടീത്തിൻ്റെയൊക്കെ എണ്ണ സെയിമാണ്. ഇപ്പോൾ അടുത്ത് എടുക്കുമ്പോൾ ഇത് കണ്ടോ, ആ സ്പിൻഡിൽ കയറുന്ന ഭാഗം ഓൾമോസ്റ്റ് ഒക്കെ സ്ട്രെയിറ്റ് ഒക്കെ തന്നെയാണ്. ഇതേ മൂന്നാമത്തെ എടുക്കുമ്പോൾ സ്പിൻഡിൽ കയറുന്ന ഭാഗവും ചെറിയ സ്മോൾ റിങ്ങുമായിട്ട് ചെറിയൊരു മില്ലിമീറ്ററിൻ്റെയൊക്കെ വ്യത്യാസമുണ്ട്. അങ്ങനത്തെ മച്ചന്മാരെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റോങ് ആയിട്ടുള്ള ബോട്ടം ബ്രാക്കറ്റും ഫിറ്റ് ചെയ്തു. ഇത് അതുപോലെ തന്നെ മാക്സിമം റേഞ്ചുള്ള ഒരു ഫ്രണ്ട് ഡിറൈലറാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ കണ്ടോ, ഈ സ്പേസ് കണ്ടോ, ഈ ഒരു സ്പേസ് വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഈ ഫ്രണ്ട് ഡിറൈലർ മാക്സിമം നമുക്ക് ഈ വലിയ ബിഗ് റിങ്ങിലേക്ക് ചെയിൻ റിങ്ങിലേക്ക് ഇടാൻ വേണ്ടി ഒരുപാട് എഫർട്ട് എടുക്കേണ്ടി വരും, ഹാർഡായിട്ട് പുഷ് ചെയ്യേണ്ടി വരും. ചിലത് റേഞ്ച് കുറവാണെങ്കിൽ കിട്ടേയില്ല. ഇപ്പോൾ കിടക്കുന്ന പൊസിഷൻ മിഡിൽ റിങ്ങിലാണ്. ഞാൻ ജസ്റ്റ് മുകളിലേക്കുള്ള റിങ് ഇടുകയാണ്. അപ്പോൾ മാക്സിമം ലോഡ് വരുന്നുണ്ട് നമ്മുടെ ഷിഫ്റ്ററിൻ്റെ പ്രസ്സിങ്ങിൽ. പിന്നെ അതുപോലെ തന്നെ ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഭയങ്കര നോയ്സും ഉണ്ട്, പിന്നെ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സൈലൻ്റ് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഡൗൺ ഷിഫ്റ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ വീഴുന്നില്ല. കാരണം ഇത് സ്പിൻഡിൽ നീളമുള്ളതാണ്. പിന്നെ ക്രാങ്ക് ഇതുപോലെ റിപ്ലേസ് ചെയ്യുമ്പോൾ ഇത്തരം അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും പറ്റാറുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ബോട്ടം ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം.
ഇത് ഇപ്പോഴത്തെ ഗിയറിൻ്റെ ഈ ഒരു വീഴ്ച ഒരു ഫെദർ ടച്ച് ഫീലാണ് കേട്ടോ. നമുക്ക് ക്ലൈംബൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഗിയറൊക്കെ നല്ല പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. റൈഡൊക്കെ നമുക്ക് നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഇത്തരം അബദ്ധങ്ങൾ പറ്റരുത്. വേറെ ഒന്നും കൊണ്ടല്ല, ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇതിൻ്റെ ക്രാങ്കും ബോട്ടം ബ്രാക്കറ്റൊക്കെ. അപ്പോൾ നമുക്ക് കൂട്ടാൻ ഇത്തരം അബദ്ധം പറ്റിയത് കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഓക്കെ. ഓക്കെ.